ഇന്ന് NDAയുടെ ഘടകകക്ഷിയായി നമ്മളെ നിശ്ചയിച്ചെങ്കിൽ നാളെ നടക്കുന്ന NDA യോഗങ്ങളിൽ യുവജന തലത്തിലും മണ്ഡല തലത്തിലും നമ്മുടെ ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ആളുകളെ ചെല്ലേണ്ടതുണ്ട്. ആ പരിപാടികൾ സജീവമായി സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി രൂപം കൊണ്ട് വളരെ പെട്ടെന്ന് രൂപം കൊണ്ട് ഉടൻ തന്നെ NDAയുടെ ഘടകകക്ഷിയായി എടുത്തുവെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പ്രാധാന്യമാണ് അത്തരത്തിൽ പെട്ടെന്ന് നമ്മളെ മുന്നണിയിലേക്ക് എടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് സംശയിക്കില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഇവിടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ കാലവും UDF കാരനായി മാത്രം പ്രവർത്തിച്ചാണ്. UDF നിന്നപ്പോൾ ഒക്കെ നരേന്ദ്രമോദിയും BJPയെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ അല്ലെങ്കിൽ കേട്ടുപഠിച്ച ആളാണ് വളർന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം, ആ ഭരണം കൊണ്ട് എത്തിക്കൊണ്ടായിരിക്കുന്ന നേട്ടങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ ഈ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ന് ഞാൻ പറയുന്നു, ഇന്ത്യയെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണത്തിൽ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് റബ്ബർ മേഖല വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ഇന്നലെ നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്കാകെ ഒരു ആശ്വാസം. അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടുത്തെ കുട്ടികളെ, അതോടൊപ്പം തന്നെ അവിടുത്തെ മുതിർന്ന ആളുകളെ മുഴുവൻ പേരെയും അദ്ദേഹം കണ്ട് അവരുടെ ഒരാളായി അദ്ദേഹത്തിന് മാറി എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആത്മവിശ്വാസവും തോന്നുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വികസന രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പിന്തുണയുമായി കേരള കോൺഗ്രസ് പാർട്ടിയും നമ്മളും കൂടി ഉണ്ടാവും എന്ന് ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ.